ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ സംസ്കൃതത്തിൻ്റെ 3rd ചാപ്റ്ററാണ് എടുക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണുക. അപ്പോൾ 3rd ചാപ്റ്റർ ഇങ്ങനെയാണ് തുടക്കം. സഖ സ ഏവ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. പാഠപ്രവേശനാത് പൂർവം ആരാമഹ ഇതി പ്രവർത്തനപുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയപര്യന്തം പ്രവർത്തനാനി കരണീയാനി. എന്ന് വെച്ചാൽ നമ്മുടെ ആരാമഹ എന്ന് പറയുന്ന വർക്ക് ബുക്കിൽ 1 മുതൽ 3 വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഈ പാഠം തുടങ്ങുക എന്നാണ് പിന്നെ പറയുന്നത്. ചിത്രേ കിം കിം പശ്യതി. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് അല്ലേ മക്കളെ? കണ്ടില്ലേ, നായയുണ്ട്, മുയലുണ്ട്, പൂച്ചയുണ്ട്, ഇങ്ങനെ പലതും നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ അസ്മാൻ പരിതഃ പ്രകൃതി സുന്ദര ദൃശ്യാനി ദൃശ്യവന്തഃ ഖലു. നമ്മുടെ പ്രകൃതിയിലെ കുറേ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അസ്മാൻ പരിതഃ വിദ്യമാനാനാം പക്ഷിമൃഗാണാം സൗഹൃദം പശ്യാമ. നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ തമ്മിലുള്ള ഒരു സൗഹൃദം നമുക്കൊന്ന് കണ്ടാലോ അല്ലേ? സർവേ കഥാം ശ്രോതും ഇച്ഛന്തിക്കില്ല. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ആണല്ലേ? നമുക്ക് അങ്ങനെ ഒരു ചിത്രകഥ പഠിക്കാം. ഏകാം ചിത്രകഥ പഠാമ. അപ്പോൾ ചിത്രകഥ ഇതാണ്. ഇങ്ങനെയാണ് നെക്സ്റ്റ് പേജ്. അപ്പോൾ പാഠത്തിൻ്റെ പേര് സഖ സ ഏവ. ഇവിടെ ആരൊക്കെയാണുള്ളത്? മുയലുണ്ട്, നായയുണ്ട്, പൂച്ചയുണ്ട്, തത്തയുണ്ട് അല്ലേ? ശുനകഃ മാർജാരഃ ശശകഃ ശുകഃ ച മിത്രാണി. ആരൊക്കെയാണ്? ശുനകഃ. ശുനകഃ എന്ന് വെച്ചാൽ നായ. മാർജാരഃ. മാർജാരഃ എന്ന് വെച്ചാൽ പൂച്ച. ശശകഃ. ശശകഃ എന്ന് വെച്ചാൽ മുയൽ. പിന്നെ ശുകഃ. ശുകഃ എന്ന് വെച്ചാൽ തത്ത. ച മിത്രാണി. ഇവരെല്ലാം കൂട്ടുകാരാണ്. ആരെല്ലാണ് കൂട്ടുകാർ? മുയലുണ്ട്, നായയുണ്ട്, പൂച്ച, തത്ത. മുയലിന് പറയുക ശശകഃ, പൂച്ചയ്ക്ക് പറയുക മാർജാരഃ, നായയ്ക്ക് ശുനകഃ, തത്തയ്ക്ക് ശുകഃ. ഇവരെല്ലാം കൂട്ടുകാരാണ്. ഈ ചിത്രത്തിലേക്ക് ആരാണ് ഈ വരുന്നത്? ഇവരെല്ലാം കൂട്ടുകാരാണല്ലേ? ഇവിടേക്ക് ആരോ ഒന്നുകൂടി വരുന്നുണ്ട്. അതാരാണ്? നകുലഃ ആഗച്ഛതി. നകുലഃ. നകുലഃ ആരാണ്? നകുലഃ എന്ന് വെച്ചാൽ ആരാണ്? കീരി. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇതൊരു കീരിയാണല്ലേ? അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആര് വരികയാണ്? കീരി വരികയാണ്. കീരിയെ ആർക്കൊക്കെ അവിടെ പേടി ഉണ്ടാവുക? മുയലിന് പേടിയായിരിക്കും അല്ലേ? മുയലിന് പേടിയായിരിക്കും. പൂച്ചയ്ക്കൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആരാ പേടിക്കുന്നത്? കീരി വരുമ്പോൾ ഇവിടെ ഒരാൾ പേടിക്കുന്നുണ്ട്. ഇയാളുടെ മുഖത്തേക്ക് നോക്കി പേടിച്ചല്ലേ? ഇതാരാണ്? മുയൽ. മുയലിനാണ് കീരിയെ ഏറ്റവും പേടി ഇതില്ല. അപ്പോൾ ഭീതഃ ശശകഃ. പേടിച്ചുല്ലേ മുയൽ? എന്തിനാ പേടിച്ചേ? കീരി കടിക്കുമല്ലേ? അപ്പോൾ പൂച്ച എന്താ ചെയ്തതെന്ന് കണ്ടോ? പൂച്ച കീരിയെ കണ്ട ഉടനെ എവിടെ ചെന്നു? മരത്തിൻ്റെ മുകളിലേക്ക് കയറിയല്ലേ? മാർജാരഃ വൃക്ഷം ആരോഹതി. മാർജാരഃ വൃക്ഷം ആരോഹതി എന്ന് വെച്ചാൽ പൂച്ച മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ നായ എന്താ ചെയ്യുന്നേ? നമ്മുടെ മുയലിനെ പിടിക്കാൻ വരികയാണല്ലേ ഈ കീരി. അപ്പം നായ മുയലിൻ്റെ കൂട്ടുകാരനാണ്. പൂച്ച സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി മരത്തിൽ കയറി. പക്ഷേ നായയോ? നായ എന്താ ചെയ്യുന്നേ? ശുനകഃ ഭഷതി. ശുനകഃ ഭഷതി. നായ കുരച്ചു. നായ കുരച്ചാൽ പിന്നെ കീരിക്ക് പേടിയാവില്ലേ? നായ കുരച്ചാൽ നമുക്കും പേടിയാല്ലേ? അങ്ങനെ നായ കണ്ടോ, ഒച്ചത്തിൽ കുരച്ച് കീരിയെ പേടിപ്പിച്ച് കീരിയെ അവിടുന്ന് ഓടിക്കും അല്ലേ? നായ കുരച്ചത് കേട്ട് കീരി എന്താ ചെയ്യുന്നേ? നകുലഃ ഗച്ഛതി. നകുലം എന്ന് വെച്ചാൽ ആരാണ്? കീരി. നകുലഃ ഗച്ഛതി. കീരി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. ഇതിൽ യഥാർത്ഥ സുഹൃത്ത് ആരാന്ന് മനസ്സിലായോ? നായയല്ലേ?
പെട്ടെന്ന് കീരി വന്നപ്പോൾ മുയലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരാ പോയത്? പൂച്ച. അപ്പോൾ അവിടെ ആരാ രക്ഷിക്കാനുണ്ടായത്? നായ. അപ്പോൾ യഥാർത്ഥ സുഹൃത്ത് ആരാണ്? നായ. അപ്പോൾ ഈ കഥ ചേച്ചി ഒന്നുകൂടെ സംസ്കൃതം മാത്രം വായിക്കാം, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേര് സഖ സ ഏവ ശുനകഃ മാർജാരഃ ശശകഃ ശുകഃ ച മിത്രാണി. നകുലഃ ആഗച്ഛതി. ഭീതഃ ശശകഃ. മാർജാരഃ വൃക്ഷം ആരോഹതി. ശുനകഃ ഭഷതി. നകുലഃ ഗച്ഛതി. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. സഖ സ ഏവാന്ന്. ഇതിലാരാണ് സഖ? സഖ എന്ന് വെച്ചാൽ കൂട്ടുകാരൻ. ഇവൻ മാത്രമാണ് കൂട്ടുകാരൻ അല്ലേ? ആര്? നായ. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ചാപ്റ്ററിലെ കഥ, ഒരു ചിത്രകഥ. പിന്നെ അടുത്തത് പഠന പ്രവർത്തനങ്ങളാണ്. പഠന പ്രവർത്തനാനി. ചിത്രം ദൃഷ്ട്വാ ആശയം വദതു. ഈ ചിത്രം കണ്ടിട്ട് ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ പറയാം. ഇവിടെ എന്താണ്? കീരി വരുമ്പോൾ മുയൽ പേടിക്കുന്നുണ്ട്. കീരിയെ ആരോടിക്കുന്നുണ്ട്? നായ കീരിയെ ഓടിക്കുന്നുണ്ട്. ആ ആശയം നിങ്ങൾ പറയുക. അടുത്ത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ മൃഗാണാം പക്ഷീണാം ച ചിത്രാണി ദൃഷ്ട്വാ നാമാനി വദതു. ഇവിടെ കൊടുത്തിട്ടുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രം കണ്ടിട്ട് അവയുടെ പേരുകൾ പറയാനാണ്. ഇവരെയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇത് ശശകഃ, ഇത് മാർജാരഃ, ശുകഃ, അങ്ങനെ എല്ലാവരുടെയും പേരുകൾ പറയാനാണ് ഈ പ്രവർത്തനത്തിൽ പറയുന്നത്. അടുത്ത പ്രവർത്തനം നമ്മൾ പുതിയ ഒരക്ഷരം പഠിക്കണം. നമ്മൾ എന്തൊക്കെ അക്ഷരം പഠിച്ചു? ആദ്യത്തേതിൽ രാ പഠിച്ചു, പിന്നെ പ പഠിച്ചു. അടുത്തത് സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ ഏതക്ഷരാണ് കൊടുത്തിട്ടുള്ളത്? ന. ഏതക്ഷരാണ്? ന. നകുലഹ എന്ന വാക്കിൽ നമ്മൾ ഈ അക്ഷരം കണ്ടിട്ടുണ്ടല്ലേ? അപ്പം നായാണ് ഈ അക്ഷരം. ഇവിടെ കൊടുത്തിട്ടുള്ള ഏരോയിലൂടെ ഇങ്ങനെ എഴുതി ഈ അക്ഷരം പഠിക്കുക. പിന്നെ ഇതിന് നിറം കൊടുക്കുക. പിന്നെ ഈ കുത്തുകൾ യോജിപ്പിച്ച് ഈ അക്ഷരം എഴുതി നിങ്ങൾ പഠിക്കുക. പിന്നെ ഇവിടേക്ക് ഒറ്റയ്ക്ക് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മൂന്നാമതായിട്ട് ഒരക്ഷരം കൂടി പഠിച്ചിരിക്കുകയാണ്, ന. അടുത്ത പഠന പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പാഠസ്ഥ മൃഗാണാം മുഖസദൃശാനി മുഖാവരണാനി നിർമ്മാതു താനി ധൃത്വ പരസ്പര പരിചായനം ച കരോതു. നമ്മുടെ പാടത്ത് കൊടുത്തിരിക്കുന്ന കുറേ മൃഗങ്ങളുണ്ട് അല്ലേ? നായ, പൂച്ച, മുയൽ, പിന്നെ കീരി, തത്ത, ഇങ്ങനെ ഇവരുടെയൊക്കെ മുഖം മൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ കൂട്ടുകാർ തമ്മിൽ പരസ്പരം സംസാരിക്കാനാണ് പറയുന്നത്. മൃഗങ്ങൾ സംസാരിക്കുന്നത് പോലെ, മൃഗങ്ങൾ സംസാരിക്കുന്നവരെ അവരുടെ ആശയവിനിമയം നടത്താനാണ് പറയുന്നത്. ഉദാഹരണം എന്ന് വെച്ചാൽ അഹം നകുലഹ ഭവാൻ കഹ. അപ്പോൾ കീരിയുടെ മുഖം മൂടിയിട്ട ആളാണെങ്കിൽ പറയണം അഹം നകുലഹ, ഞാൻ നകുലനാണ്. ഭവാൻ കഹ, നീ ആരാണെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്. അപ്പോൾ നായയുടെ മുഖം മൂടിയിട്ട ആൾ എന്താ പറയുക? അഹം ശുനകഹ. പൂച്ചയുടെ മുഖം മൂടിയിട്ടതോ അഹം മാർജാരഹ എന്ന് പറയണം. അങ്ങനെ സംഭാഷണങ്ങൾ നടത്തുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് പരിചിതാനാം ജീവിനാം നാമാനി വദതു. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള മൃഗങ്ങളുടെ ഒക്കെ ജീവികളുടെയൊക്കെ പേരുകൾ പറയാനാണ് പറയുന്നത്. കോഴിയും താറാവും ആടും ഒക്കെ ഉണ്ടല്ലേ, പശു, കുതിര എല്ലാം ഉണ്ട്. അടുത്ത പ്രവർത്തനം മൃഗാണാം പക്ഷിണാം ച ചിത്രാണി സഞ്ചിത്യ സചിത്രപുസ്തകെ യോജയിതു. ഇത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് നമ്മുടെ സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം ചിത്രേ കിം കിം പശ്യതി. ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ പുതിയൊരറിവാണ്, നമ്മൾ 2 എണ്ണം പഠിച്ചു. മൂന്നാമത്തത് കേരള രാജ്യസ്യ ഔദ്യോഗിക പക്ഷി. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ചാതകഹ. ചാതകഹ എന്ന് വെച്ചാൽ വേഴാമ്പൽ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ചാതകഹ. അപ്പോൾ ഇന്നത്തെ അറിവ് ഇതാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ശബ്ദകോശമാണ്. ഇതെന്നും പറയാറുള്ളത് പോലെ അതിൻ്റെ അർത്ഥമൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ഇതേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ.